കാണിച്ചത്. നീ ആ പോലീസുകാരെ മുമ്പ് വെച്ച് പാലത്തും ചാടി മരിക്കാൻ പോകുന്നുണ്ടല്ലേ നമ്മൾ അവരിട്ട് ഓടിച്ചത്. എന്റെ വാശിയാണ് അത്. ഈ പോലീസുകാരുടെ മുമ്പിൽ തന്നെ കിടന്ന് മരിക്കണം എന്റെ വാശിയാ. ഈ പോലീസുകാരും മുതലാളിമാരും കാരണമല്ല നമ്മളെ പോലെ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇവന്റെ മുമ്പിൽ തന്നെ കിടന്ന് മരിക്കണം. എന്നിട്ട് ഇവനൊക്കെ ഏതും കോടതി കൊണ്ട് കേസ് കൊടുക്കുന്ന മരിക്കാൻ എത്ര നിർബന്ധമാണ്. നമുക്ക് വല്ല എലിപ്പാഷാടെ വാങ്ങിച്ചത് മരിക്കാടാ. എന്നിട്ട് വേണം വയറിളക്കം പിടിക്കാൻ. അല്ലാതെ പിന്നെ എന്തോ ചെയ്യാനാ. എടാ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചേനെ. പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ എലിപ്പാഷാണം മേടിക്കാനുള്ള പൈസ പോലെ നിന്റെ കയ്യിലുണ്ടോ? അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നീ പറ. എനിക്കറിയോ പൈസ ഇല്ലാതെ മരിക്കാനുള്ള ഒരു മാർഗം പറയാനല്ലേ ഞാൻ ഇത്ര നേരം നിന്നോട് പറഞ്ഞത്. 5 പൈസ മുടക്കാതെ ഫ്രീ ആയിട്ട് മരിച്ചു കിട്ടണം. അതാണ് എന്റെ പ്രശ്നം. ഇന്ന് തലവെക്കാന്ന് വെച്ചാൽ പോലീസ് സമ്മതിക്കൂല. പാലത്തിൽ നിന്ന് ചാടാന്ന് വെച്ചാൽ സമ്മതിക്കും. ഒരു ഐഡിയ നിസാര സംഭവമാണ്. എന്താണ്? 5 പൈസ മുടക്കില്ല. നമ്മൾ രണ്ടുപേരും പരസ്പരം കഴുത്തെ പിടിച്ച് നെക്കി അങ്ങ് ചാകുക. സാധാരണ നീ പറഞ്ഞ വിവരക്കേടാണെങ്കിൽ ഇതിൽ ഇത്തിരി ബോധക്കേടുണ്ട്. അത് ഉദാഹരണത്തിന് നീ എന്റെ കഴുത്തെ പിടിച്ച് നെക്കി എന്നെ അങ്ങോട്ട് കൊല്ലുക. എന്നിട്ട് ഞാൻ നിന്നെ കൊല്ലാം. നിന്നെ കൊന്ന എന്നെ കൊല്ലാൻ ആര് വരും? അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ കഴുത്തെ പിടിച്ച് നെക്കി നിന്നെ അങ്ങ് കൊല്ല. എന്നിട്ട് നീ എന്നെ കൊല്ലുക. എടാ എന്നെ കൊന്ന നിന്നെ കൊല്ലാൻ ആര് വരും? അപ്പൊ എന്നെ കൊല്ലാനാണ് നിനക്ക് ധൃതിയല്ലേടാ. മരിക്കണ്ടടാ പട്ടി. മരിക്കണം. ഒരു കാര്യം ചെയ്യാം. രണ്ടുപേരും പരസ്പരം പിടിച്ചോണ്ട് 1 2 അതാണ് നല്ല പരിപാടി. മുറുക്കി പിടിച്ചോളണം. പ്രാർത്ഥിക്കാനുണ്ടോ? പ്രാർത്ഥിച്ചു. ദൈവമേ. 1 2 3 പറഞ്ഞില്ല. നീ തെറി പറഞ്ഞില്ലേ ഞാൻ തെറി പറയും കേട്ടോ. പറയാം. 1 2 3 പറയുമ്പോ ഞെക്കണേ. വേണ്ട ഞാൻ ഞെക്കോളാം. നിന്നെ കൂട്ടിയ ശരി ഞാൻ പറഞ്ഞോളാം. 1 2 3 നാട്ടുകാരെ കൊണ്ട് തല്ലുകൊള്ളിക്കാനുള്ള പരിപാടി നടത്തേണ്ടി. ഞാനിപ്പോ ശ്വാസം മുട്ടി ചത്തുപോകത്തില്ലായിരുന്നോടാ. ചാവാൻ വേണ്ടിയല്ലടാ നമ്മൾ ഞെക്കിയത്. എന്നാലും ഒരു മയം വേണ്ടടാ. നിന്റെ കൂടെ മരിക്കാൻ വന്ന എന്നെ വേണം ആദ്യം തല്ലിക്കൊല്ലാൻ. എന്നാ പിന്നെ എപ്പോഴേ ഞാൻ രക്ഷപ്പെട്ടേനെ. ഇനി നീ ആയിട്ടുള്ള യാതൊരു കച്ചവടത്തിനുള്ള നിനക്ക് നിന്റെ കാര്യം. മരിക്കണതിന് മുമ്പ് എങ്ങനെയാ കരിക്കണേ? അതല്ലടാ കരിക്കല്ലേ, ഇളനീര്. ഏതായാലും ചാകാൻ പോലെ. അയ്യോ എന്തോരം രൂപയാ മുതലാളിയുടെ കയ്യിൽ ഇരിക്കണേ. അത് പറഞ്ഞാ കേട്ട് നിന്റെ ഏതാണ്ട് ഉള്ള പോലെ. എന്റെ കയ്യിലില്ലെന്ന് ഞാൻ സമ്മതിച്ചില്ലേ. എടാ എന്റെ ഒരു പഴയ 5 രൂപ ഉണ്ടോ പ്ലാസ്റ്റിക്കിന്റെ? അത് എടുക്കുകയും ചെയ്യും. 5 രൂപയാണോ അത് അവൽപ്പൊതിയാണോ? കരിക്ക് അതിനല്ല എന്നാ കരിക്കാടാ ഇത്? എന്നമ്പിള്ള ഉണങ്ങിയ പോലെ. ഒരു ദാരിദ്ര്യരേഖ താഴെയുള്ള വിൽക്കുന്നാട് എങ്ങനെയൊക്കെ ഇരിക്കും അത്. ഇത് വെട്ടിയില്ലേ? ഇല്ല, അയാൾ പോയി. വെട്ടാത്ത കരിക്കുമായിട്ട് വന്നേക്കണോ മണ്ടൻ. ഇതെന്ത് കാണിക്കാനടാ? ഇതിപ്പോ പട്ടിക്ക് മുഴുവൻ തേങ്ങ പറഞ്ഞു കിട്ടിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ നേരിട്ട് കണ്ടു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അത് വെട്ടിപ്പൊട്ടിക്കടാ. നിലത്തടിച്ച് പൊട്ടിക്കാനോ? വെള്ളം കംപ്ലീറ്റ് ലീക്ക് ആവൂടാ. വെള്ളം പോയിക്കോട്ടെ, തേങ്ങ തിന്നാലോ. അത് മതിയല്ലോ. മരിക്കുന്നതിന് മുമ്പ് തേങ്ങയെങ്കിലും നിന്നച്ച് മരിക്കാം. എന്തിനു 1 2 3? ഇതെന്നാ ഓട്ട മത്സരാ? നല്ല പോലെ ഇടിയടാ, ആഞ്ഞിടിയടാ. ഞാനാണ് തേങ്ങാഭൂതം, കോക്കനട്ട് ഗോസ്റ്റ്. തേങ്ങക്കാത്തും ഭൂതോ? നിനക്ക് നന്നായി വിയർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയപ്പെടണ്ട, ചക്രം ചവാ. ഇതാ തൂവാല. എനിക്കും വേർപ്പ്. നിനക്ക് നന്നായി വേർക്കുന്നുണ്ടല്ലേ? ഭയപ്പെടണ്ട, ചക്രം ചവാ. ഇതാ ഹവാല. നിനക്ക് തുലാവ, എനിക്ക് അലാവ. നന്നായി ദാഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയപ്പെടണ്ട, ചക്രം ചവാ എടുത്തുകൊള്ളൂ. നിന്റെ ദാഹം മനോഹരമായിരിക്കുന്നു മകനെ. നിനക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള യോഗ്യതയുണ്ട്. മക്കളെ, നിങ്ങളുടെ 2 പേരുടെയും ദാഹം ഞാൻ മാറ്റിത്തരുന്നതാണ്. ഓം നമഃ, ഓം യമഹ, പോഹ. യഥാസ്ഥാനങ്ങളിൽ നിന്ന് വലിച്ചു കുടിച്ചാൽ മതി, പാല് കിട്ടിക്കോളൂ. നന്നായി വലിക്കൂ, വലിക്കൂ, നന്നായി വലിക്കടാ. മതി 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 മതി. നക്കുന്നോടാ, നക്കി. ഇത് പശുപാലാണോ? അല്ല മകനെ, റബ്ബർ പാലാണ്. റബ്ബർ പാൽ കൊടുക്കാനാണ് ലീഡർ പറഞ്ഞിട്ടുള്ളത്. റബ്ബർ പാൽ കുടിച്ചാൽ ജനങ്ങൾ തെറിച്ച് തെറിച്ച് നിൽക്കുമല്ലോ. മക്കളെ,
ഞാൻ നിങ്ങളിൽ സംപ്രീതനായിരിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ 2 വരം വെച്ച് മൊത്തം 5 വരം ഞാൻ തരുന്നതാണ്. ഈ 2 വരം വെച്ച് 5 വരാ. 2 2 4 അല്ലേ ആവുള്ളൂ. മാത്തമാറ്റിക്സ് പൊടിയില്ലാത്ത ഭൂതമായിരിക്കും. മാത്തമാറ്റിക്സിൽ പിടിയില്ലാഞ്ഞിട്ടല്ല, 4 വരം തരുമ്പോൾ 1 വരം ഫ്രീ. എന്ത് വാങ്ങിയാലും ഒന്ന് ഫ്രീ കിട്ടുന്നത് ഇന്നൊരു ഫാഷനാണ്. വേഗം പറയാൻ ചോദിക്കൂ, എനിക്ക് സമയമില്ല. നിനക്ക് 2 വരം, എനിക്ക് 2 വരം. 1 വരം ഫ്രീ ആയിട്ടില്ലേ? അത് നമ്മളെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ചോദിക്കാം. ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എന്താ ഇല്ലാത്തത്? വിവരമില്ല. നിന്റെ കാര്യമല്ല പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾക്ക് മഴയില്ലടാ. കറണ്ട് ഇല്ലടാ. മഴയില്ലടാ. കറണ്ട് ഇല്ലടാ. മഴ വന്നാ കറണ്ട് വരുവടാ. കറണ്ട് ഉണ്ടെങ്കിൽ ലൈറ്റ് ഇട്ട് മഴ കാണാൻ പറ്റുമോ? എടാ മഴ മതി, മഴ മതി, മഴ മതി, മഴ മതി, മഴ മതി, മഴ മതി. ആദ്യം മഴ വരട്ടെ. ആ മഴ വരും, മഴ. ആ മഴ മഴ പെയ്യട്ടെ. മഴ ഇനി കറണ്ട് വരട്ടെ. കരണ്ടും മഴ പോകാനുള്ള വരം തരണേ. കരണ്ടും മഴയും പോകട്ടെ. ആലോചിച്ചു വരങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഇതുപോലെ കറണ്ട് അടിച്ചു മരിക്കും. വൃത്തികെട്ടവനെ, നീ കറണ്ട് ചോദിച്ചോണ്ടാ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായത്. വേണ്ട, ഞാൻ ചോദിച്ചോളാം. ഒരു തുണിമില്ല് മതി. വേണ്ട, ഒരു 5 സ്റ്റാർ ഹോട്ടൽ മതി. പിന്നെ വിവരക്കേട്. നിന്നോട് നിൽക്കുന്നില്ല. വേണ്ട, തുണിമില്ല് മതി, തുണിമില്ല് മതി. വേണ്ട, 5 സ്റ്റാർ ഹോട്ടൽ മതി, 5 സ്റ്റാർ ഹോട്ടൽ മതി. ഭൂതേട്ടാ, തുണിമില്ല് മതി, തുണിമില്ല് മതി. 5 സ്റ്റാർ ഹോട്ടൽ മതി, 5 സ്റ്റാർ ഹോട്ടൽ മതി. വേഗം ചോദിക്കൂ. എന്നാ പിന്നെ എന്ത് കുന്തമെങ്കിലും വരട്ടെ. ചക്രം ചൊവ്വ കുന്തം വരട്ടെ. ഇനി എന്തു വരവാണ് വേണ്ടത്? കുന്തം പോകാനുള്ള വരം തരണേ. കുന്തം പോകട്ടെ. നീ ഒറ്റ കാരണം ഇപ്പൊ കുന്തം വരെ കയറി. നീ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചോ. ഇനി 1 വരം മാത്രം ബാക്കി. പൂതേട്ടാ, അല്ല പൂട്ടാ. എന്താ കുട്ടാ? കൂട്ടം കൂട്ടായടാ. അതെ, ഞങ്ങൾക്ക് എറണാകുളം പട്ടണത്തിൽ ജീവിക്കാനായിട്ട് ഒരു മാർഗവും ഇല്ല. ബസ് സ്റ്റാൻഡിൽ കിടന്നാൽ പോലീസ് പൊക്കും, റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാൽ CBI പൊക്കും, എവിടെയെങ്കിലും കിടന്നാൽ ആരെങ്കിലും പൊക്കും. അതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് എറണാകുളം പട്ടണത്തിന്റെ നടുക്ക് ഒരു 2 റൂം കിച്ചൺ ഫ്ലാറ്റ് മതി. എന്ത് വേണം? 2 റൂം കിച്ചൺ ഫ്ലാറ്റ്. നിനക്കൊക്കെ ഫ്ലാറ്റ് വേണമല്ലടാ. എനിക്ക് എറണാകുളം പട്ടണത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലഞ്ഞിട്ടാ ഞാൻ ഈ തേങ്ങായ്ക്കകത്ത് കയറി ജീവിക്കുന്നത്. നിനക്കൊക്കെ ഫ്ലാറ്റ് വേണമല്ലേ? അടിച്ചതിന്റെ മോന്തം ഫ്ലാറ്റാക്കും. ചക്രം ചൊവ്വ. എവിടെന്നാടാ ഇതിന്റെ ഭൂതത്തിന്റെ അച്ഛനെ കുടിസ് വണ്ടി ഓടിക്കായിരുന്നു പണ്ട്. വൃത്തികെട്ട ഭൂതം. നിന്റെ അതേ സ്വഭാവം. നിന്റെ കൂടെയല്ലേ ഞാൻ നടക്കുന്നത്. ഏതായാലും നീ ആയിട്ടുള്ള യാതൊരു കച്ചവടവും ഇല്ല. ഞാൻ ട്രെയിനിന് തലവെക്കാൻ തീരുമാനിച്ചു. ട്രെയിനോ? 8:30 ട്രെയിൻ. എടാ, അതിന് സമയം 10:30 ഇപ്പം. ആ ട്രെയിൻ 2 മണിക്കൂർ എപ്പോഴും ലേറ്റ് ആടാ. ആണോ? തീവണ്ടിക്ക് തലവെച്ച് ചാകാൻ നടക്കണേണല്ലേടാ. നിക്കണേടാ. അതെ സാറേ, നമുക്ക് കിതപ്പ് മാറ്റിട്ടോടാ. ഓക്കെ, അത് മതി. ഉണ്ടൂല്ല. നിർബന്ധമാണോ? അത്യാവശ്യമാണോ? ഓടാറി അവിടെ. പ്രതിമ മുണ്ടുന്ന കാര്യം എന്നോട് പറഞ്ഞത്. ആ തെണ്ടിയുടെ മുണ്ടി ഞാൻ പൊക്കി. അതല്ലോടെ പറഞ്ഞത്. ആ തെണ്ടിയുടെ മുണ്ടി ഞാൻ തോണ്ടിയാക്കി പൊക്കി. ഇനി തോണ്ടി വെച്ച് നമുക്ക് ആ തെണ്ടിയെ പിടിക്കാം. വാടോ വരട്ടെ. അയ്യോ, ചാളാക്കുഴിയിൽ വീട്.
ഇത് ഞാനാടാ സുന്ദരൻ. പിന്നെ എങ്ങനെയാടാ നീ ഇത്ര വിരൂപനായത്? നിന്റെ കൂടെ ചാണാക്കുടി ഞാനും വീണടാ. ഏതായാലും എനിക്കൊരു കൂട്ടായല്ലോ. ഈ പോലീസ് നമ്മളെ കൊണ്ടേ പോകുള്ളൂ. നീ ഇപ്പൊ എന്താ നീ ഒരു കാര്യം ചെയ്യ്, ഈ പ്രതിമ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ കയറി നിൽക്ക്. ഇത് അപ്പൊ നീ അത് മാറ്റണം. ഞാൻ അത് മാറ്റിക്കോളാം. ഓക്കെ എന്നാ ശരി. നീ അയാളുടെ പേഴ്സിന്റെ അടുത്തില്ല, അതിന്റെ പകുതി ഇങ്ങതാ. എന്തോ എടുത്തത് 100 രൂപ. 100 രൂപ മുറിച്ചങ്ങ് തന്നാ മതിയോ? നീ പകുതി ആയിരുന്നുണ്ടോ? ഞാൻ പറ്റില്ല, എനിക്ക് ഇടണം, ഞാൻ എടുക്കും, നിനക്ക് ഇടണം, നീ എടുത്തോ. നീ ഇപ്പൊ അങ്ങനെ ആയോ? അത്രേ ഉള്ളൂ. എനിക്ക് അവിടെ കോള് വരൂടാ. ലോഡ് കളിക്കിന് വരുവാടാ. നിനക്ക് വെച്ചത് മാറിപ്പോയോ? വഴിന്ന് മാറാ. പോലീസുകാർക്ക് ബ്ലോക്ക് ഉണ്ടാക്കണ നമ്മടെ മുത്തേ. വഴിന്ന് മാറാ. വഴിന്ന് ശരി. എക്സ്ക്യൂസ് മീ, പിടിച്ചോ ഉണ്ടെന്ന് കൊടുത്തിട്ട കാര്യം. വെറുതെ വന്ന് വഴിയിൽ നിൽക്കണം. അത് പറഞ്ഞാ പോരെ, എന്തിനാ തല്ലണ? നീ ഇവിടെ നിന്നോ, ഞാൻ അരിയത്ത് കൂടി അങ്ങോട്ട് പോയിക്കോളാം. അമ്മോ സാറേ, സാറിന്റെ കോല്. താങ്ക് യു. നിന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു കൊടുക്കൂടാ. ഇന്നൊരു മൂടില്ല, വേറെ ദിവസമാണ്. വിളിച്ചാലും പോവില്ല, ആണാന്നും പറഞ്ഞ് നടക്കണു. കാശ് കാണിയല്ലായിരിക്കും, പാവമായിരിക്കും. ശശാക നീ ഇവിടെ നിന്നേ. വേണ്ട, നീ ഇവിടെ നിൽക്കേ. അത് ശരി, കുരിശ് കംപ്ലീറ്റ് ചെയ്യും, എനിക്കും കോള് കംപ്ലീറ്റ് ചെയ്യും, നിനക്ക് നടക്കില്ലത്. ഇപ്പൊ മനസ്സിലായില്ലേ നിനക്ക് കഷ്ടകാലാണെന്ന്? അതുകൊണ്ട് എടാ, നീ അവിടെ നിന്നാ മതി. നീ അവിടെ പോയി അവിടെ ആള് വരുന്നടാ. കോള് വന്നുണ്ട്. കോള് ഇനി പടക്കം പൊട്ടിക്കാ. എന്ത് രസമാണ് പടക്കം. അമ്മേ, രണ്ട്, മൂന്ന്. കേട്ടുപോയാ? കാറ്റടിച്ചു, ഒടുക്കത്തെ കാറ്റടിച്ചു. എന്റെ അമ്മേ, കൈകൊള്ളണ പൊന്നേ, ഞാൻ കത്തിച്ച മെഴുകേരി കെട്ടുപോയി. ഇനി കൊണ്ട് പൊട്ടിക്കാം. എടാ, ആ ചെറുക്കം കത്തിച്ചിട്ട് കുണ്ടു പൊട്ടിയില്ലടാ, ചീറ്റിപ്പോയി കിടക്കുന്നു.
ശശാങ്ക വേണ ഇവിടെ നിന്നോടാ. വേണ്ടടാ, നിന്റെ കൊതിയല്ലായിരുന്നു, അവിടെ തന്നെ നിന്നോട്ടാ. ഇവിടെ നിന്നോടാ. വേണ്ടടാ. ആരെ വരും? ആരാടാ കളിയാക്കുന്നത്? ആരാടാ എന്റെ പേര് പറഞ്ഞ് കളിയാക്കുന്നത്? ഞാനൊരു സിനിമാ സംവിധാനം പറഞ്ഞേക്കാം, എന്നെ കളിയാക്കണ്ടല്ലോ. കൊള്ളാം, ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ, അടിപൊളി. ആരാടാ എന്നെ കളിയാക്കുന്നത്? ധൈര്യമുണ്ട് കേറുവാണോ എന്റെ? അപ്പൊ നീയാണ് എനിക്കിട്ട് പണം തോന്നുന്നല്ലേ? നിനക്ക് ചാൻസ് വേണം സിനിമയിൽ. തരാം, നല്ല ചാൻസ്. നോക്കട്ടെ ആംഗിള്. ഓ പിടിക്കട്ടെ ആംഗിള് വരെ തരാം കേട്ടോ, തരാം. ഞാനേ കഷ്ടപ്പെട്ട് പിടിക്കുന്ന പടവാ. കുള്ളം തിന്ന തന്ത എന്തൊക്കെ കളിയാക്കാൻ പറ്റും? അടി വന്നോടൂ. ഇന്ന് അടി വരാതെ ഞാൻ ഇനി അങ്ങനെ ഷോട്ട് എടുക്കും. ഒരു കാര്യം ചെയ്, നമ്മുടെ ഷാരൂഖ് ഖാനും വോയിസും വന്നിട്ടുണ്ടോടൂ. ആ കുട്ടികളെ വന്നോ? എന്നാ അവരെ വിളി, നമുക്കൊരു പാർട്ടിസിൽ എടുത്തേക്കാം. ഓക്കെ അല്ലേ? ഷാരൂഖ് ഖാൻ ഓക്കെ ആണോ ചോദിച്ചിടൂ. ഓക്കെ